പ്രൈസ് ദി ലോർഡ്. നിങ്ങളെല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2024 മെയ് മാസം 25-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ദൈവ സാന്നിധ്യത്തിൽ വെളിപ്പെടുന്ന നന്മകൾ. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് 97-ാം സങ്കീർത്തനം അതിന്റെ 5-ാമത്തെ വാക്യം. യഹോവയുടെ സന്നിധിയിൽ സർവ്വഭൂമിയും കർത്താവിന്റെ സന്നിധിയിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകുന്നു. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം എൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുമ്പോഴാണ് എൻ്റെ ജീവിതം ക്രമീകരിക്കപ്പെടുന്നത്. ഈ പ്രഭാതത്തിലും ഈ ദൈവവചനം കേട്ട് ജീവിതത്തെ ക്രമീകരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയാണ്, നിങ്ങൾ ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുമെങ്കിൽ നമ്മുടെ സഭാരാധനകളിൽ നമ്മുടെ കൂടിവരവിലൊക്കെ ദൈവ സാന്നിധ്യം അമിതമായി വെളിപ്പെടാറുണ്ട്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനും നിങ്ങളും ദൈവത്തിന് മുമ്പാകെ മുട്ടുമടക്കുമ്പോൾ വലിയ ഭാരവും വലിയ പ്രയാസങ്ങളും അല്ലെങ്കിൽ അത് പൂർണ്ണമായി മാറിപ്പോകുന്നത് കാണാൻ കഴിയും. ഒന്നുകൂടെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ കഴിഞ്ഞ കാലങ്ങളിലൊന്ന് നോക്കിയേ, വലിയ ഭാരം, മുമ്പോട്ട് പോകാൻ പറ്റാത്ത പർവ്വതം പോലെ നിന്ന വിഷയങ്ങളെല്ലാം ദൈവം മെഴുകുപോലെ ഒരുക്കി കളഞ്ഞത് കാണാൻ കഴിയും. ഹല്ലേലൂയ. പല അടഞ്ഞ വഴികളും നിങ്ങളുടെ മുമ്പിൽ തുറന്നതായി കാണാൻ കഴിയും. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളും ദൈവത്തോട് അടുത്ത് വരുമ്പോൾ ദൈവത്തിന്റെ കരം പ്രവർത്തിക്കുന്നതാണ്. ഹല്ലേലൂയ. ഒന്നുകൂടെ ആഴമായി ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ, നിങ്ങൾ ദൈവത്തോട് അടുക്കുമ്പോൾ, നിങ്ങൾ ആരാധനകളിൽ പങ്കെടുക്കുമ്പോൾ, ഹല്ലേലൂയ, കാണാൻ പറ്റാത്ത മേഖലകളിൽ അസാധാരണമായ മല പോലെ നിൽക്കുന്ന വിഷയങ്ങൾ ഉരുകി മാറുകയാണ്. സങ്കീർത്തനക്കാരൻ പറയാണ്, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ. മലയാളത്തിൽ ദൈവത്തിന്റെ സന്നിധി എന്ന് കൊടുത്തിരിക്കുന്നിടത്തെല്ലാം ഇംഗ്ലീഷിൽ പ്രസൻസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. പ്രസൻസ് ഓഫ് ഗോഡ്. അറിയാം, വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ദൈവ സാന്നിധ്യത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ആൾമറിവരെ പോലെ ആയിത്തീരുകയാണ്. ഹല്ലേലൂയ. മുമ്പോട്ട് പോകാൻ പറ്റാത്ത ഓരോ വിഷയത്തിനകത്തും ഞാനും നിങ്ങളും അനുഭവിക്കേണ്ടത് ദൈവത്തിന്റെ സ്പർശനമാണ്, ദൈവത്തിന്റെ സാന്നിധ്യമാണ്. ലോകത്തിൽ ആർക്കും ചെയ്യാൻ പറ്റാത്തതുപോലെ വലിയ അത്ഭുതങ്ങൾ ദൈവ സാന്നിധ്യത്തിന് ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത്, ദൈവ സാന്നിധ്യം വെളിപ്പെട്ട് കഴിഞ്ഞാൽ മല പോലെ നിൽക്കുന്നതെല്ലാം മെഴുകുപോലെ ഉരുകിത്തീരും. ഹല്ലേലൂയ. അത് അനുഭവിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ ആ ദൈവ സാന്നിധ്യത്തിലെ ഭാരങ്ങളെ നീക്കിക്കളയണം. എന്നാൽ രണ്ടാമത്തെ ചിന്ത, സങ്കീർത്തനം 16-ാം അധ്യായം 11-ാമത്തെ വാക്യമാണ്. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലതുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. 16-ാം സങ്കീർത്തനത്തിൽ 11 വാക്യങ്ങളാവുന്നത്. അതിനകത്ത് അവസാനത്തെ വാക്യം സങ്കീർത്തനക്കാരൻ പറയാണ്, ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലതുഭാഗത്ത് എന്നും പ്രമോദങ്ങളുണ്ടെന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. ഇതിനകത്ത് ആ രണ്ടാമത്തെ പദം ശ്രദ്ധിക്കാമെങ്കിൽ, ദൈവത്തിന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണതയുള്ളതാണ്. ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന ഇങ്ങനെയാണ്, ഇൻ യുവർ പ്രസൻസ് ദ ഫുൾനെസ് ഓഫ് ജോയ്. ഹല്ലേലൂയ. ലോകം തരാത്ത സന്തോഷം ദൈവ സാന്നിധ്യത്തിൽ, ദൈവത്തിന്റെ സന്നിധിയിൽ വെളിപ്പെട്ടു വരും. നിങ്ങൾ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അറിയാം, ഇതുവരെയും അനുഭവിക്കാത്തൊരു സന്തോഷം, ആ ജോയ് നിങ്ങളുടെ അകത്ത് വെളിപ്പെട്ടു വരും. കാരണം എന്നെ കാണുന്ന
എന്നെ സ്പർശിക്കുന്ന എൻ്റെ ദൈവം അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പാണ് സാന്നിധ്യം തരുന്നത്. ഹല്ലേലൂയ. ആ സാന്നിധ്യത്തിനകത്ത് നിൽക്കുമ്പോൾ മുമ്പിൽ നിൽക്കുന്ന എല്ലാ ഭയവും മാറിപ്പോവുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ലോകം തരാത്ത സന്തോഷം ഇപ്പോൾ നിങ്ങളിൽ വെളിപ്പെട്ട് വരട്ടെ എന്ന് ഞാൻ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുകയാണ്. മൂന്നാമത്തെ ചിന്ത ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് വയ്ക്കുകയാണ്. പുറപ്പാട് പുസ്തകം 33 അധ്യായം അതിന്റെ 14 വാക്യം. അതിന് അവൻ, എൻ്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്ന് അരുൾ ചെയ്തു. ഈ വചന പശ്ചാത്തലം എനിക്ക് നിങ്ങൾക്ക് സുപരിചിതമാണ്. മോശെ ഇതാ ഇസ്രായേൽ ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി മിസ്രൈമിലേക്ക് ദൈവം അയക്കുകയാണ്. അയക്കുന്ന സമയത്ത് ദൈവം മോശയോട് പറയാണ്, മോശെ, എൻ്റെ സാന്നിധ്യം നിന്റെ കൂടെ വരും, എൻ്റെ സാന്നിധ്യമായിരിക്കും നിനക്ക് സ്വസ്ഥത തരാൻ പോകും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഈ മിനിറ്റിൽ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യത്തിൽ വെളിപ്പെടുന്ന 3 നന്മകളെ കുറിച്ച് നിങ്ങൾ കേട്ടു. 1, മല പോലെ നിൽക്കുന്ന വിഷയങ്ങൾ ഉരുകിപ്പോകും. 2, ദൈവ സാന്നിധ്യത്തിൽ പൂർണ്ണമായ സന്തോഷം വെളിപ്പെട്ടു വരും. 3, ദൈവത്തിന്റെ സാന്നിധ്യം എൻ്റെ കൂടെ വരുന്നുവെങ്കിൽ എനിക്ക് സ്വസ്ഥത വെളിപ്പെട്ടു വരും. അങ്ങനെ വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളും ഈ പ്രഭാതത്തിൽ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിച്ചാട്ടെ, ദാഹിച്ചാട്ടെ, വാഞ്ചിച്ചാട്ടെ. എങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ സാന്നിധ്യത്തിന് വേണ്ടി ഞങ്ങൾ ദാഹിക്കുകയാണ്. ഞങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങൾ മൂടണമേ അപ്പ. പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾക്ക് മന്ന മഞ്ഞിൽ പൊതിഞ്ഞു വന്നതുപോലെ ഞങ്ങളുടെ സാന്നിധ്യത്തിൽ ഞങ്ങളുടെ അനുഗ്രഹങ്ങളുണ്ടല്ലോ അപ്പ. ആ അനുഗ്രഹങ്ങളെ ഞങ്ങൾ അനുഭവിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കാണുന്ന ഓരോ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതുവരെ വിടുതലിന്റെ ദിവസമാകട്ടെ. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്കും പ്രയർ ലൈനിലേക്കും നിങ്ങൾ വിളിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരട്ടെ. അതേപോലെ തന്നെ എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കുകയാണ്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. ആയിരങ്ങൾക്ക് അത് വിടുതലായിട്ടുണ്ട്. അറിയാം, നിങ്ങളുടെ ജീവിതത്തിലും അത് വലിയൊരു അനുഗ്രഹമാണ് തീരട്ടെ. എങ്കിൽ അടുത്ത ദിവസം കാണുമ്പോഴേയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.